നിധിക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ലെന്ന് എന്തിനാ നിങ്ങൾ കള്ളം പറഞ്ഞത്? പറയാൻ എന്തിനാ ഈ കള്ളം പറഞ്ഞെന്ന് നിങ്ങൾ? ഗൗതം വേണ്ട, മാറ്. ഞാൻ ചോദിക്കാം. അന്ന് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു അല്ലേ? അതിനെ നിങ്ങൾ ഇല്ലാതാക്കി. എന്നിട്ട് എല്ലാവരോടും അത് മറച്ചു വെച്ചു. എന്തിനാ നിങ്ങൾ എന്നോട് ഇത് ചെയ്തത്? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ നിങ്ങൾ ഇത് ചെയ്തെന്ന്? സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ വേറൊരു ഡോക്ടറെ കണ്ടു. ഒന്നും അറിയില്ലെന്ന് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാന്ന് നോക്കണ്ട. എന്റെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ നിങ്ങൾ കൊന്നു കളഞ്ഞു. എന്തിന്? എനിക്കത് അറിഞ്ഞേ പറ്റൂ. പറയാൻ. ചോദിച്ചത് കേട്ടില്ലേ എന്തിനാ ഞങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതെന്ന്? സത്യമായിട്ടും ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഞാനല്ല. നിധി ഹോസ്പിറ്റലിൽ വരുമ്പോഴേ ആ കുഞ്ഞിനെ നിധിക്ക് നഷ്ടപ്പെട്ടിരുന്നു. അപ്പോ നിങ്ങൾക്കത് മനസ്സിലായി അല്ലേ? എന്തിനാ അത് ഞങ്ങളോട് മറച്ചു വെച്ചത്? പറയേ. പറയാൻ. പറയില്ല അല്ലേ? പറയിപ്പിക്കാൻ ഞാൻ. സത്യം പറഞ്ഞോ? ഇല്ലെങ്കിൽ ഞാൻ ഒന്നും നോക്കില്ല. കൊന്നുകളെ ഞാൻ എവിടെ ഇട്ട്. സത്യം പറഞ്ഞോ? അയ്യോ പറയാം, ഞാനെല്ലാം പറയാം. എന്നെ ഒന്നും ചെയ്യരുത്. എല്ലാം പറയാം ഞാൻ. എന്നാ പറ. ആ ജ്യോതിർമയും ശിവാനിയോ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ജ്യോതിർമയും ശിവാനിയോ? അവരെന്തിനാ അങ്ങനെ പറയിപ്പിച്ചത്? നിധിയുടെ കുഞ്ഞിനെ നശിപ്പിച്ചത് ഞാനല്ല, ജ്യോതിർമയും ശിവാനിയും ചേർന്നാ. അവരോ? നിങ്ങൾ ഈ പറയുന്നത് സത്യമാണോ? സത്യം പറഞ്ഞോണം. വീണ്ടും കള്ളം പറയാനാണ് ഉദ്ദേശമെങ്കിൽ എന്റെ തനി രൂപം നീ കാണും. നിധി വയറുവേദനയെ എന്റെ അടുത്ത് വരുമ്പോ തന്നെ അവര് തന്ന മരുന്ന് ഉള്ളിൽ ചെന്നിരുന്നു. ഈ ജ്യോതിർമയും ശിവാനിയും നിധിക്ക് മരുന്ന് തന്ന ശേഷമാ എന്നെ കാണാൻ വന്നതും ചെക്കപ്പിന് വേണ്ടി നിധി എന്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞതും. നിധി പ്രഗ്നന്റ് അല്ലെന്നും ഇനി ഒരിക്കലും ഒരമ്മയാവാൻ കഴിയില്ലെന്നും പറയണമെന്ന് പറഞ്ഞു. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ അതുപോലെ അങ്ങ് ചെയ്യാനാണോ നിങ്ങളൊക്കെ ഡോക്ടർ എന്നും പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്?